കാണിക്കണ്ടല്ലേ? അത് കാണിക്കണ്ട, അത് കാണിക്കണ്ട, കാണിക്കണ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നെന്താ വിശേഷം അജി? കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളത് അമ്പലത്തിലൊക്കെ പോയി തൊഴുതും. അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബർത്ത്ഡേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് എല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അല്ലേ ഏട്ടാ? അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്നത്തെ കണ്ടന്റ്. പിന്നെ എൻ്റെ ചെറിയ ബർത്ത്ഡേ വിശേഷവും. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലാണ് ഞാൻ, അല്ലേ? അപ്പം അതെ, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. സാധാരണ നമ്മൾ വേറെ ഇതിലാണ് നമ്മൾ എല്ലാ കൊല്ലവും ബർത്ത്ഡേ ആഘോഷിക്കാറ്. വേറെ ഈ പ്രാവശ്യം നമ്മൾ അതൊക്കെ മാറ്റി പിടിച്ച് ഈ പ്രാവശ്യം വേറെ സ്പെഷ്യൽ ബർത്ത്ഡേ അല്ലേ ഏട്ടാ? ഏട്ടന് അത്ര സ്പെഷ്യൽ ആവില്ല, എനിക്ക് അത്ര സ്പെഷ്യലാണ്. അപ്പോൾ സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. അപ്പോൾ വ്ളോഗൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയുക, മെമ്മറിയാണ്. അപ്പോൾ ഇതാരും കാണില്ല. അപ്പോൾ നാളെ നമ്മൾക്ക് തന്നെ കാണാമല്ലോ ഈ ഭാഗത്തെ ലൈറ്റ്. അപ്പോൾ നാളെ നമ്മൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് വയ്ക്കുന്നൊരു കുട്ടി വ്ളോഗാണ്. ഈ ഡ്രസ്സ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് ചെയ്തത്. ഡ്രസ്സുകളിൽ എനിക്ക് ഡ്രസ്സാണ് കേട്ടോ കുറേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സുകളിൽ ഒരു ഡ്രസ്സാണിത്. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മളിന്ന് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ പിന്നെന്താ പറയുക, എൻ്റെ പിറന്നാളിനെ കുറിച്ച് പറയൂ രണ്ട് വാക്ക്. ഭർത്താവായ അജീഷ് എസ്ജാനന്റെ പിറന്നാളിനെ കുറിച്ച് എന്താ പറയാ? നല്ല അഭിപ്രായം. എന്താ അഭിപ്രായം? ഇത്രയും കൊല്ലം 5 വർഷമായി ഇപ്പൊ ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ. ഇത്രയധികം ക്രേസ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ബേസിലാണ് ഞാൻ. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ സ്റ്റാറ്റസ് ഇട്ട് ബാക്കി എല്ലാവരും വിഷ് ചെയ്യണം. അങ്ങനെ ഒരുപാതിരി ഭ്രാന്തുള്ള ആളാണ്. ഭ്രാന്തുള്ള ആളാണ് ആര്? എസ്ജാന അതിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ അല്ലേ? അതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. ഇവിടെന്നാണ് ഈ മോരുടെ സ്വഭാവം. ഇൻട്രോവേർട്ട് ആയത് എങ്ങനെയാണ്? ഇങ്ങനെ ആരോടും മിണ്ടാണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇഷ്ടമില്ല, വിഷ് ചെയ്യണത് ഇഷ്ടമില്ല. ഭാര്യയോട് മാത്രമേ സംസാരിക്കുള്ളൂ. അതാ ആ ക്യാരക്ടർ എവിടെ നിന്ന് കിട്ടിയ? ഈ മോരുടെ സ്വഭാവം എവിടെ നിന്ന് കിട്ടി? സംസാരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു. പിന്നെ വീട്ടിലൊരു സിദ്ധം വന്നിട്ട് തന്നപ്പോഴാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. എന്ത് തന്നിട്ട്? മരുന്ന് തന്നിട്ട്. എന്തിനാ തള്ളി മറിക്കട്ടെ? ശരി, അപ്പൊ നമ്മൾക്ക് കാണാം. ബൈ ബൈ പറയൂ ഡൺ. നമ്മൾ വീട്ടിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് കാണിക്കാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് എന്താണുള്ളത്? ഇഡ്ഡലി, പൊറോട്ട, ചപ്പാത്തി, ബീഫ്, ചിക്കൻ ഒന്നുമില്ല. ഇഡ്ഡലി, നല്ല കുറുമക്കറി, സാമ്പാർ, പിന്നെ അയ്യോ ചമ്മന്തി ഒന്നും എടുത്തു കേട്ടോ. പാവം എൻ്റെ അമ്മ എല്ലാം പ്രിപ്പയർ ചെയ്ത് പോയതാണ്, ഞങ്ങൾ എനിക്കണേക്കാൾ മുമ്പ്. ചമ്മന്തി, സാമ്പാർ, ഇഡ്ഡലി കഴിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചു എല്ലാവരും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഗിഫ്റ്റ് എന്തൊക്കെ കിട്ടിയെന്ന് കാണാം. അപ്പോൾ അത്ര എക്സ്പെക്റ്റേഷനിലൂടെ വീഡിയോ കാണേണ്ട കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ്. അപ്പോൾ അത് കാണിക്കാം. കൂടുതലെങ്കിൽ ഡ്രസ്സായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഇതൊക്കെ മാറ്റാം. ഇതൊക്കെ ഇന്നലത്തെ കേക്ക് കട്ടിങ്ങിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ എന്നിട്ടാ അത് ഇതിൻ്റെ സൈഡിൽ കൊടുക്കണം കേട്ടോ ചേട്ടാ, ഇന്നലത്തെ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് എന്നിട്ട് അമ്മ വാങ്ങിച്ചത് കാണാം. അപ്പം അമ്മ എനിക്ക് ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പിങ്ക് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ ഓൺലൈനിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കുറേ. ഇത് നമ്മൾ ക്യൂനിന്ന് എടുത്തതാണ് കേട്ടോ, തൃശ്ശൂർ ക്യൂനിന്ന് എടുത്തതാണ്. ഇതൊരു പിങ്ക് ഉടുപ്പാണ്. ഒരു പിങ്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. അതേപോലെ തന്നെ പിന്നെ എടുത്തത് ക്യൂനിന്ന് തന്നെ ഒരു ഗ്രേപ്പ് കളറിൻ്റെ ഒരു ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വർക്ക് വരുന്ന, പിന്നെ ഇങ്ങനെ ലൈനായിട്ട് വരുന്ന ഗ്രേപ്പ് കളറിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇട്ടിട്ടും ഭംഗിയുണ്ടായിരുന്നു അല്ലേ? ഇട്ടിട്ടും ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ
എന്തുണ്ട്, റെഡ് എൻ്റെ കയ്യിൽ, സെയിം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കാരണം ഇത് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഇത് ഭയങ്കര, ഇപ്പം തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ചൂടെടുക്കുന്നു ഗൈസ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇത് നല്ല രസമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ നല്ലതാണ്. അപ്പോൾ ഇതൊരു ഉടുപ്പാണ്, രസമുണ്ടല്ലേ. ഇതും ക്യൂനീതാണ് ഗൈസ്. അതിൻ്റെ തന്നെ വേറൊരു മോഡൽ, ഇതിൻ്റെ തന്നെ റെഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ വേറൊരു മോഡൽ, ഒരു ഇങ്ങനെ പ്രിൻ്റൊക്കെ ആയിട്ടുള്ളൊരു ഉടുപ്പും കൂടി. അങ്ങനെ 4 ഉടുപ്പാണ് അമ്മ വാങ്ങിയിട്ടുള്ളത്. പിന്നെ കേക്ക് സ്പോൺസർ ചെയ്തത് അമ്മാമ്മയാണ്. ഇന്നലെ കട്ട് ചെയ്ത കേക്ക് സ്പോൺസർ ചെയ്തത് അമ്മാമ്മയാണ് കേട്ടോ. അപ്പം അതാണ് മെയിനായിട്ടുള്ള ഗിഫ്റ്റുകൾ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കാണിക്കാം. ഇതൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ തന്നതാണ്. ഇത് മെയ്ഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻലോ ചെയ്ത് തന്നതാണ്. ഇതിൽ മുഴുവൻ എൻ്റെ ഫോട്ടോസും ചോക്ലേറ്റ്സും ആണ് കേട്ടോ. അവന് ഒരു പേജ് ഉണ്ട്, ഫ്രെയിം ആൻഡ് ഗാലറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഗിഫ്റ്റാണ്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ താങ്ക് യു അനി. ഗിഫ്റ്റിന് ഇതിലൊക്കെ എൻ്റെ ഫോട്ടോസാണ്. ഇതെൻ്റെ ഫോട്ടോസൊക്കെ അവൻ പ്രിൻ്റ് എടുത്തിട്ട് ഡയറി മിൽക്ക് സ്നിക്കേഴ്സൊക്കെ വെച്ചിട്ട് എനിക്കൊരു ബൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ആര് തന്ന ഗിഫ്റ്റാണ്? പിന്നെ അജി തന്ന ഗിഫ്റ്റാണ്. ഇത് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫസ്റ്റ് ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് അജി തന്ന ഒരു ഫ്രോക്ക് കാണിച്ചുതരാം. ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഇത് മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതും അജി തന്ന ഗിഫ്റ്റാണ്. അപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2/5/2001. പക്ഷെ എൻ്റെ പിറന്നാൾ വരുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ എന്നാണ് കേട്ടോ. എല്ലാ കൊല്ലം തൃശ്ശൂർ പൂരത്തിൻ്റെ എന്നാണ്. മകമാണ് നാള്. പക്ഷെ നമുക്ക് നാള് മുറിച്ചത് കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരത്തിൻ്റെ അന്ന് എന്നും മകം നാളാണ് വരിക. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് ഞാൻ ജനിച്ചതും തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് എൻ്റെ പിറന്നാളും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ചേട്ടൻ ഇത് കുറേ പേര് ഓൺലൈനിൽ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ട്. അസ്വിയുടെ ഒക്കെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കുർത്ത ചേട്ടൻ, ഉടുപ്പാണ് കേട്ടോ അത്, കുർത്തയല്ല, ഡ്രസ്സസ് തന്നെയാണ്. അത് ചേട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഇതിട്ടിട്ടില്ല, ഇതൊക്കെ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ എനിക്ക് ചേട്ടൻ തന്ന ഒരു ബോക്സാണ് ഗൈസ്. ആ ബോക്സിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ മോഡലിൻ്റെ ഫോട്ടോസാണ്. ഇത് ഡിസൈൻ ചെയ്തത് എൻ്റെ ഭർത്താവാണെന്നാണ് ഭർത്താവ് അവകാശപ്പെടുന്നത്. കണ്ട, ഓക്കെ, ഇങ്ങനെ ഒരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഗൈസ്. അതിൽ ഫസ്റ്റ് തന്നെ കിൻഡർ ജോയ്. ഈ കിൻഡർ ജോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗൈസ്, അതെനിക്ക് ഇഷ്ടമല്ല. കാരണം ഇന്നലെ ഇത് പൊട്ടിച്ചിട്ട് എനിക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല ഗൈസ്. ഇവരെല്ലാവരും കഴിച്ചു ഇത്. അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതായിരിക്കും. സാധനത്തിനൊരു തുള്ളി പോലും തരില്ല. പിന്നെ ഡയറി മിൽക്ക് സിൽക്ക് സാധനത്തിന്. പിന്നെ ഡയറി മിൽക്ക് ഇഷ്ടം ഡയറ്റ് ആയതുകൊണ്ട് അത് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, പിന്നെ ഈ മഞ്ച ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ ഫേവറേറ്റ് ആരുടെയാണ്? അപ്പൊ എന്തിനാ എനിക്കിത് ഗിഫ്റ്റ് ചെയ്തു? ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ബർത്ത്ഡേ കൊടുക്കുക പ്രശ്നം. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടുള്ളൊരു കോഡ് സെറ്റാണ് കേട്ടോ. ഇത് അജി ഷസ്ജൻ ഗിഫ്റ്റ് ചെയ്തത് തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതിൽ എൻ്റെ കഴുത്ത് പോലും കൊടുക്കുമെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്നിട്ട് ഞാൻ വണ്ണം വെച്ചു, ഞാൻ അറിഞ്ഞില്ല അത്. ഇതൊരു കോഡ് സെറ്റാണ്. ഇത് പാകാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇട്ടിട്ട് നോക്കാം ഗൈസ്, അല്ലെങ്കിൽ നമുക്കിത് റിട്ടേൺ അയക്കേണ്ടി വരും. ഇത് സ്കേർട്ട് ആൻഡ് കോഡ് സെറ്റ്, സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കോഡ് സെറ്റാണ്. നല്ല ഭംഗിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇത് എനിക്ക് പാകാമോന്ന് അറിയില്ല. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രേമലൂല അല്ലേ, പ്രേമലൂലിൻ്റെ ഇങ്ങനെ നസ്ലിൻ കൊടുക്കുന്ന ഗിഫ്റ്റിൽ ലേറ്റിലൊക്കെ ഇതിൻ്റെ വീഡിയോ ഇട്ടുള്ളൂ കേട്ടോ. ഈ സൈഡിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ രാത്രി ഇത് വർക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ എക്സ്റ്റേണൽ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ 1 2 3 4 5 6 7 8 9 10 ജാറുകളാണ്. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഗിഫ്റ്റ്. പക്ഷേ ഈ 12 ജാറ് ഇപ്പം എന്തായാലും ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ 12 ജാറിലും. അപ്പം അത് കാണിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യുക എന്താണ് ഈ 12 ജാറിൻ്റെ ഉള്ളിൽ എന്ന്, എന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം അതാണ് നമുക്ക് കിട്ടിയ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകൾ. അപ്പം അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾക്ക് ഈ മിഠായിയൊക്കെ കഴിക്കണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ബൈ ഗൈസ്. ഇനി എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും.